ഹലോ ഗൈസ്, ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഇത് നമുക്ക് ആൾക്കാരുടെ മുന്നിലൊക്കെ പോയിട്ട് ചെയ്യേണ്ട ഒരു വീഡിയോ ആണ്. അത് കാരണം ഞാൻ ഭയങ്കരമായിട്ട് എങ്ങനെയായിരിക്കും വരാമെന്ന് എനിക്ക് അറിയില്ല. ബട്ട് നമുക്ക് നോക്കാം ഗൈസ്. അതായത് കുറെ നാളിന് ശേഷമാണ് നമ്മളൊരു ചാലഞ്ച് വീഡിയോ ആയിട്ട് ഇറങ്ങണം കേട്ടോ. അപ്പൊ ഇതിന്റെ അകത്ത് ഒരു 1000 രൂപയുണ്ട്, ഒരു 100 രൂപയുണ്ട്. എനിക്കും ഇവയ്ക്കും ഞങ്ങളുടെ ഒരാൾക്ക് 1000 രൂപ കിട്ടും, മറ്റാൾക്ക് 100 രൂപയായിരിക്കും കിട്ടുന്നത്. ഇന്നത്തെ ഒരു ദിവസം രാവിലെ തൊട്ട് രാത്രി വരെയുള്ള ടൈമിനുള്ളിൽ ഭക്ഷണം കഴിച്ചുകൊണ്ട് അതായത് 3 നേരത്തെ ഭക്ഷണം കഴിച്ചുകൊണ്ട് ഈ രൂപ നമ്മൾ തീർക്കണം. അതല്ല ഞാൻ ആലോചിക്കണേ, 100 രൂപ കിട്ടുന്ന ആൾ ഈ 1000 രൂപ കഴിക്കുന്ന ആളുടെ വീഡിയോ എടുക്കാൻ ചെല്ലണം. ആ ഒരു അവസ്ഥ കുറച്ച് ക്രിട്ടിക്കലായിരിക്കും. ഇതിലെ ക്യാച്ച് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എമൗണ്ട് കറക്റ്റ് ആയിട്ട് തീർക്കണം. അതായത് 1000 ആണെങ്കിൽ 1000 കംപ്ലീറ്റ് തീർക്കണം, കൂടാൻ പാടില്ല, കുറയാൻ പാടില്ല. 100 ആണെങ്കിൽ അതുപോലെ തന്നെ. എന്റെ ഒരു തൊണ്ടഭാഗ്യം വെച്ച് എനിക്ക് മിക്കവാറും 100 രൂപയ്ക്കായിരിക്കും കഴിക്കാൻ പറ്റുക. ലെറ്റ്സ് സീ, നമുക്ക് എന്തായാലും ചിട്ടെടുത്തിട്ട് നോക്കാം. ഗൈസ്, അങ്ങനെ ഞാൻ മമ്മീനെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. 2 ചിറ്റിൽ, ഒന്ന് 100, ഒന്ന് 1000. ഏതാന്ന് എനിക്ക് അറിയില്ല. മമ്മീനെ കൊണ്ട് എടുപ്പിക്കാണ്. ആ മമ്മി എടുക്കണ എമൗണ്ട് ആയിരിക്കും ഞാൻ കഴിക്കണ്ട. ഞാൻ കഴിക്കുന്നത് രണ്ടിലും കൂടുതലാണ് വെച്ചേക്കണെങ്കിലോ? അങ്ങനല്ല, ഒരെണ്ണം 100, ഒരെണ്ണം 1000. ആ ഒരെണ്ണം ഓപ്ഷൻ നോക്കും. ഞാൻ എഴുതിയാ സ്റ്റീഫനല്ലേ. അപ്പൊ ഇതിനിപ്പോ കുലിക്കാനാകെ 2 ആള്. ഓക്കെ, ആദ്യ ചേട്ടൻ മമ്മി എടുക്കുന്നത് ഞാനാണ് എടുക്കണേ, കഴിക്കണേ. മമ്മി ഇത്ര ആത്മാർത്ഥതയൊക്കെ. നിനക്കാണോ? 1000 ഞാൻ. ആക്ച്വലി സ്പീക്കിംഗ്, ഞാൻ ഒരു 100 രൂപയ്ക്ക് എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. പക്ഷെ അതേ ചേട്ടന് സർവൈവ് ചെയ്യാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല. മമ്മിക്ക് എന്താ തോന്നുന്നത്? 100 രൂപയ്ക്ക് ഒരു ദിവസത്തെ ഫുഡ് സെറ്റ് ആവോ? ഇവയ്ക്ക് പറ്റും. ഇത് ഇപ്പോഴാണ് ആക്ച്വലി ചലഞ്ച് ആയത്. 1000 രൂപയ്ക്ക് ഞാൻ വല്ല മറ്റേ 5 സ്റ്റാർ ഹോട്ടലിൽ പോയിട്ടൊക്കെ തട്ടും. വേറെ എന്താ ചെയ്യാനാ? അതിജീവന പാട്. ടൈമില് ഫുഡ് കഴിക്കണ്ടേ? എനിക്ക് പിന്നെ ജീവിക്കാൻ ഫുഡ് മതി. ഫുഡ് കഴിക്കാൻ കാപ്പി മതി. 2 കാപ്പി കൊണ്ടൊക്കെ നിന്നോളൂ. ഒരാഴ്ച വരെ പോകും നമ്മള്. അപ്പൊ ഗൈസ്, ലെറ്റ്സ് സ്റ്റാർട്ട് ദ ചലഞ്ച്. ഗൈസ്, എനിക്ക് ചെലവാക്കാൻ 1000 രൂപകളുണ്ട്. എനിക്ക് ഒരു ഡൗട്ട് ഉണ്ടായില്ല. ഫസ്റ്റ് തന്നെ ഞാൻ വന്നത് നമ്മുടെ വീടിന്റെ അടുത്തുള്ള പാരകളിലാട്ടോ. എനിക്ക് ലാവിഷ് ആയിട്ട് മസാല ദശ കഴിക്കാം. കമോൺ. എന്റെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 100 രൂപയാണുള്ളത്. ഇന്നത്തെ ദിവസത്തെ ഫുൾ ഫുഡും ഈ 100 രൂപയിൽ ഒതുക്കണം. അപ്പൊ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ എത്ര രൂപ വരും അറിയില്ല. എന്താ സ്റ്റീഫൻ, എന്താ പഴോ എന്താ കുത്തിക്കേറ്റ പോണെ? പൈസ ചോദിക്കാതെ ഇനി ഒന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാ. ഞാനിപ്പോ ഇവിടെ അടുത്ത് ചെറിയൊരു കടയിൽ വന്നിട്ടുണ്ട്. രാവിലെ എന്തായാലും ഒരു ചായ അല്ലെങ്കിൽ കാപ്പി എന്തായാലും കുടിക്കണല്ലോ. പാൽ ചായ കിട്ടുമോ നോക്കാം ഗൈസ്. ഓ, ടു മച്ച് അജയ് ചേട്ടാ. ഡേ കറക്റ്റ് 1000 തീരണട്ടാ. പിന്നെ എനിക്ക് അയച്ചോണ്ട് പറയാം. അയച്ചോട് പറഞ്ഞില്ലേ ഇത് തീർക്കണമെന്ന്. എനിക്ക് അയച്ചോണ്ട് പറയാനുള്ളത് 100 ഒതുക്കണം. ഗൈസ്, നല്ല എക്സ്പെൻസീവ് മെനു ഒക്കെ ഉണ്ട്. എന്ത് കഴിക്കണം എന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. പക്ഷെ നോക്കി നോക്കാം. ഗൈസ്, ഒരുപാട് പേരുള്ളതുകൊണ്ട് ഞാൻ ഭയങ്കര സൈലന്റ് ആണ്. നമ്മളെന്തായാലും ചായയും കടിക്ക് എത്ര രൂപയാണ് അതിന് ചോദിച്ചു നോക്കാം കേട്ടോ. ഫ്രഷ് കട്ട് ഫ്രൂട്ട്സ് പ്ലേറ്റ് പറയാനും കിട്ടല്ലേ അത് പറഞ്ഞാലോ. പിന്നെ 2 മുട്ട, മൈസൂർ മസാല ബട്ടർ റോസ്റ്റ്. അതിനാണ് കൂടുതൽ എക്സ്പെൻസീവ്, 140 രൂപ. അത് പറഞ്ഞാലോ. ചായ എത്ര വില? പാൽ ചായ 10. ഒരു പാൽ ചായ അല്ല, കട്ടൻ ചായക്ക് അപ്പൊ എത്ര വരും? 10 തന്നെയല്ല. അപ്പൊ ഒരു പാൽ ചായ എടുത്തോ. പിന്നെ കടിയായിട്ട് ഒരു കൊഴുക്കട്ട എത്ര വരണത്? 15. അപ്പൊ ഒരു കൊഴുക്കട്ടയും ഒരു പാൽ ചായ എടുത്തോ. ഒരു ചലഞ്ച് ചേട്ടാ, ഒരു ദിവസം ഫുള്ള് 100 രൂപയ്ക്ക് തീർക്കണം ഫുഡ്. അപ്പൊ ഓരോന്നിന്റെയും പൈസ നോക്കിയിട്ട് വേണം ഓർഡർ ചെയ്യാനായിട്ട്. അത് കാരണം എന്തെങ്കിലും ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ ഇട്ടോട്ടോ. 100 ഉള്ളൂ. അതാണ് ഇന്നത്തെ ചലഞ്ച്. പൊടിദോശ കഴിക്കുക, 2 ബോയിൽഡ് എഗ്സ് കഴിക്കുക, ഒരു കോഫി കഴിക്കുക. ഉച്ചക്ക് പിടിക്കാം പോലെയല്ല. അപ്പൊ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. ഒരു കൊഴുക്കട്ടയും ഒരു ഗ്ലാസ് പാൽ ചായ കിട്ടി ഗൈസ്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഗൈസ്. എൻ്റെ എക്സ്പെൻസീവ് ബ്രേക്ക്ഫാസ്റ്റ് എത്തി. ഇനി എൻ്റെ പുഴുങ്ങിയ മുട്ടയും വരണം, കോഫിയും വരണം. അതുവരെ ഞാൻ ഈ പൊടി ദോശയും കഴിച്ച് വെയിറ്റ് ചെയ്യാം. AC റെസ്റ്റോറൻറ്റ്. നിങ്ങളിത് കാണുമ്പോൾ ഞാൻ ഭയങ്കര ക്രൂരതയായിട്ട് നിങ്ങൾക്ക് തോന്നരുത്. ഇറ്റ്സ് എ ചാലഞ്ച് ഗൈസ്, ഇറ്റ്സ് എ ചാലഞ്ച്. തൊണ്ടഭാഗ്യം എനിക്ക് ഇപ്പോൾ എന്ത് ചെയ്യാം. വൈബുണ്ട്, ഒരു വൈബുണ്ട്. വേണോ? എന്താ ചില്ലറ പറക്കണ? എന്താ ഞാൻ ഇങ്ങനെ ജീവിതത്തിൽ ചെയ്തിട്ടില്ലാന്ന് തോന്നുന്നു. ബാക്കി കിട്ടിയിട്ട് 1 രൂപ കുറവാ. 1 രൂപ ബാക്കി ഉണ്ടായിരുന്നില്ല അവിടെ. ഗൈസ്, എൻ്റെ നല്ല ഫ്രോത്തി, നല്ല തിക്ക് ക്രീമി കോഫി എത്തിയിട്ടുണ്ട്. 50, 2, 70, 71, 73. സ്മെൽസ് പ്രീമിയം.
77 രൂപ ബാക്കിയുണ്ട്. ഓ 23 രൂപ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന്. ഈ കൊഴക്കട്ട എനിക്ക് തരുമോ? കൈ കഴുകട്ടെ, പൈസ എടുത്തതല്ലേ. ഗൈസ്, എന്റെ പുഴുങ്ങിയ കോഴിമുട്ടയും എത്തി. മുട്ട പുഴുങ്ങിയതിനൊക്കെ എന്താണ് ഒരു പ്രത്യേക രുചി. ഭയങ്കരമായ സംഭവമൊന്നും ബ്രേക്ക്ഫാസ്റ്റിന് ഇല്ല, ബട്ട് ഐ എം ഗ്രേറ്റ്ഫുൾ. ഒരു ചായയും ഒരു കൊഴുക്കട്ടയും ഉണ്ട്. എന്തായാലും ഉച്ചയ്ക്ക് വരെ ഇത് സെറ്റ് ആയിട്ട് ഇരുന്നോളും. ഇനി ഉച്ചയ്ക്ക് സമയം ഉണ്ടല്ലോ. 77 രൂപ ബാക്കിയുണ്ട് എൻ്റെ കയ്യിൽ. ലെറ്റ്സ് സീ. രാത്രി ഉണ്ടല്ലേ ഗൈസ്. എന്റെ ആയത് 221 രൂപ. ബാക്കി എത്ര ഉണ്ട് ഇനി? ഇവിടെ തന്നെ തീരോ? ഇനി 800 and 700 ഉള്ളൂ. ഇനി 779 ഉള്ളൂ. തീർത്തരാടാ, തീർത്തരാ. റീൽസ് അല്ല, യൂട്യൂബാ. കാണാം. ചേട്ടനും വരുന്നു തോന്നുന്നു. ഇല്ല, കാണിക്കില്ല. അയച്ചേട്ടി, മറ്റേ ബീഫ് റിപ്സ് മന്തി എവിടെ കിട്ടും ഉച്ചക്ക് കഴിക്കാൻ? എന്ത് ബീഫ് റിപ്സ് മന്തി? ഇത് കാണുമ്പോ അജയ്ച്ചോട് പാവം തോന്നിട്ട് എന്നെ ക്രൂരയാക്കരുത്. ഇറ്റ്സ് എ ചാലഞ്ച്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാം, കാരണം അല്ലെങ്കിൽ എനിക്ക് ഹേറ്റ് വരും. നിനക്കറിയാം എന്റെ ആരാധകരുടെ എനിക്കറിയാം, ഓഫ് കോഴ്സ് അറിയാം. ഗൈസ്, അങ്ങനെ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടി അതിവിജയകരമായി സെറ്റ് ആയിട്ടുണ്ട്. 22 രൂപയ്ക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഓക്കെ ആയി. 22 അല്ല, 23 രൂപ ബാക്കി ഉണ്ടായിരുന്നില്ല ഈ സമയത്ത് തന്നെ. ഓക്കെ, ഇനി നമ്മുടെ കയ്യിൽ 77 രൂപയുണ്ട് ഗൈസ്. വൈകുന്നേരം ഇതിന്റെ ഇടയിൽ എന്തെങ്കിലും കഴിക്കാൻ പറ്റുമെന്ന് ഞാൻ ആലോചിക്കുന്നത്. സർവൈവ് അജയ് ചേട്ടാ. നിനക്കറിയോ, മെൻ ആർ ബോൺ ടു സർവൈവ് അണ്ടർ എനി സർക്കംസ്റ്റാൻസസ്. ഞാനിതിപ്പോ അത്യുഗ്രനായി തീർത്തു. ഇനിയിപ്പോ ഞാൻ എന്തൊക്കെ കഴിക്കും? പക്ഷെ ഒരു കാര്യമുണ്ട്, നിനക്ക് ഈ 1000 തികയോന്ന് ഇപ്പൊ എന്റെ സംശയം. ഉച്ചയ്ക്ക് എനിക്കൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കണം. എന്തിന്? എവിടെ എന്റെ ഫുഡ് കിട്ടും എന്നുള്ളത്. നിനക്ക് നോക്കണ്ടേ ഗൂഗിൾ ചെയ്ത്? എന്തിനാണ് ഈ വഴിയിലുള്ള ഏതെങ്കിലും കടയിൽ കയറാ തിന്ന? ഗൈസ്, അങ്ങനെ ലഞ്ച് കഴിക്കാൻ വേണ്ടി നമ്മൾ ഇറങ്ങിയേക്കാ. ഞാൻ വന്നേക്കുന്നത് നമ്മുടെ ടോണിക്കോ കഫേയിലാണ് മുരിങ്ങൂരുള്ളത്. ഗൈസ്, ഇനി എന്റെ ഉച്ചക്കലത്തെ ഫുഡിനുള്ള ടൈം ആയിരിക്കാണ്. ഒരു മിനിമം ഒരു ചോറ് കഴിക്കാൻ വരെ 60 രൂപ വരുന്നതാണ് എന്റെ ഒരു അറിവ്. ഞാൻ വിചാരിച്ചു ഉച്ചക്കത്തെ ലൈറ്റ് ആക്കിയിട്ട് രാത്രിയിൽ തപ്പയ്ക്ക് വിശക്കുമല്ലോ. അപ്പൊ എനിക്കിപ്പോ വിശക്കണില്ല സത്യം പറഞ്ഞാൽ. 2 മുട്ടയും ദോശയും 221 രൂപ ഡിം. 30 രൂപയ്ക്കൊക്കെ പണ്ട് ഊണുണ്ടായിരുന്നു. പക്ഷെ അതില്ലാന്ന് തോന്നുന്നു ഇപ്പൊ. ഇവിടെ അടുത്തൊരു 3-4 ഹോട്ടലുകളുണ്ട്, റെസ്റ്റോറന്റുകളുണ്ട്. അപ്പൊ നമുക്ക് എവിടെങ്കിലും പോയിട്ട് 30 രൂപയ്ക്ക് ഊണ് തരുമോന്ന് ചോദിച്ചു നോക്കാം. അപ്പൊ ഞാൻ വിചാരിച്ചു ലഞ്ച് കുറച്ച് ഹെവി ആക്കിയിട്ട് ബാക്കിയുള്ള പൈസ വെച്ചിട്ട് നമുക്ക് ഡിന്നർ ഓടിക്കാം. അജയ് ചേട്ടൻ ഇതൊക്കെ എന്ത് കാണിക്കുന്നു എനിക്കറിയില്ല. അപ്പൊ ലെറ്റ്സ് ഗോ, നമുക്ക് ഭക്ഷണം കഴിക്കാം. വാ ചേട്ടാ, ഷൂട്ട് ചെയ്യാം. വാ. എന്റെ ഇവിടെ അടുത്ത് മോളിലേക്ക് എങ്ങാണ്ട് പോയിട്ട് ഒരു വീട്ടിലെ ഊണ് എന്ന് പറഞ്ഞിട്ടൊരു കട കണ്ടായിരുന്നു. ഓ, ഞാൻ വെച്ചു മോളല്ലേ? മോളല്ലേ? മോളിൽ പോണെന്ന്. ഓക്കെ ഗൈസ്, അതാണ് പ്രശ്നം. GST ഉണ്ടാവും. ഓക്കെ, സപ്പോർട്ട്. താങ്ക് യു അജയ് സ്റ്റീഫൻ. കണ്ടു. നിങ്ങളുടെ പേര്? രാകേഷ്. സെറ്റ് ബ്രോ. നമ്മള് 1000 rupeesന് 221 rupeesന് നമ്മള് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇനി നമുക്ക് ബാക്കിയുള്ളത് 779 രൂപയാ. ഓ, കണക്കൊക്കെ കൂട്ടി തുടങ്ങി. പാസ്ത വേണ്ട, ബർഗർ കഴിക്കാം. ഇവിടെ ഞാൻ ചോദിച്ചു, ഇവിടെ 60 രൂപയാണ് ഊണിന് വരുന്നത്. ഇനി അപ്പുറത്തൊരു ഹോട്ടലുണ്ട്, അവിടെ പോയിട്ടൊന്ന് നോക്കട്ടെ കേട്ടോ. റോഡ് ക്രോസ് ചെയ്ത് പോണം. കഫേ ബീച്ച് ക്ലബ് സാൻഡ്വിച്ചും എനിക്കൊരു പിടികിട്ടുള്ള ഒരു 60 രൂപയ്ക്ക് താഴെ ഊണ് കിട്ടുമെന്ന് ചോദിച്ചു നോക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടോന്ന് ചോദിച്ചു നോക്കാം. ഞാനൊരു കാര്യം പറയട്ടെ, ഫ്രഷ് ജ്യൂസ്, ഓറഞ്ച്, വാട്ട് അബൌട്ട് മഷ്റൂം ബർഗർ? ഇവിടെ വന്നിട്ട് ഊണുണ്ട്, പക്ഷെ ഇവിടുത്തെ ഊണ് 70 രൂപയാണ്. പിന്നെ ചപ്പാത്തി ഇല്ല, പൊറോട്ട ഉണ്ട്. പൊറോട്ട 15 രൂപയാണ്. 15 രൂപയ്ക്ക് 2 പൊറോട്ട 30 രൂപ വരും. കറി പക്ഷെ നമ്മൾ അഡീഷണൽ വാങ്ങണം, അവിടെയും കോസ്റ്റ് വരും ഗൈസ്. അടുത്ത സ്ഥലം നോക്കാം. അവിടെ ഒരു ഹോട്ടൽ ഉണ്ടല്ലോ. ഇത് 269 രൂപ ബാക്കി. GST ഒക്കെ ആയിട്ട് വട്ടം പിടിച്ച ഒരു എത്ര രൂപ വരും? ഞാൻ പറഞ്ഞിട്ടില്ല. രാകേഷ് ഭായ് അരേ രാകേഷ് ഭായ്. മലയാളിയാ. ഹോട്ടൽ ഉപ്പും മുളകും, പക്ഷെ ഹോട്ടൽ അടച്ചുപോയി ഗൈസ്. ഇനിയിപ്പോ അടുത്ത സ്ഥലം നോക്കണം. കരോളീന ചീസ് ബീഫ് ബർഗറും ഓറഞ്ച് ജ്യൂസും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്ര വരാ GST അടക്കം? 578. ഓ, താങ്ക് യു. 578 നമുക്ക് പിടിക്കാൻ പറ്റുമായിരിക്കും അല്ലേ? 578. ഒരു മിനിറ്റ്. അന്ന് പിന്നെ തന്നെ പോട്ടെ. ആയിക്കോട്ടെ, താങ്ക്സ്. നമുക്ക് എന്റെ മറ്റേ കഷ്ടത കണ്ടിട്ട് ഇവരെനിക്ക് ഡിസ്കൗണ്ട് ഒക്കെ ചെയ്തു തരാന്ന് പറഞ്ഞു. അത് ടൊണിക്കോ കഫേ. വേറൊന്നും വേണം? 520 പോരാട്ടോ. പേരെങ്ങനെയായിരുന്നു? ശരൺ. ഇവിടെ പേര് ഹരീഷ്. നൈസ്. ചപ്പാത്തി ഉണ്ട്, പക്ഷെ ചപ്പാത്തി മാത്രമായിട്ട് കഴിക്കണം, അല്ലെങ്കിൽ എക്സ്ട്രാ കറി വാങ്ങണം. അത്ര രാത്രി എനിക്ക് കടി വേണേ. കടി ഞാൻ തരാം. മറ്റേ ചായക്ക് അത് വലിയ കടയൊന്നും വേണമെന്നില്ല.
നോർമൽ കട മതി. നിങ്ങൾ കഴിക്കുന്നോട് തരുന്നില്ലേ? ഇപ്പോഴും പറയുന്നു ഇതൊരു ചലഞ്ച്. ഇതൊരു ചലഞ്ച് വീഡിയോ ആയതുകൊണ്ട് അയച്ചെന്റെ ട്രിഗർ എന്താണ് ഗൈസ്. അത് ഇടയ്ക്ക് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് നെഗറ്റീവ് വെറുതെ എന്തിനാ ഞാൻ വാരിക്കോരിക്കണത്. ഗൈസ് അങ്ങനെ നമ്മൾ ഫുഡ് അന്വേഷിച്ചപ്പോ ഇന്ത്യൻ കോഫി ഹൗസിന്റെ മുമ്പിൽ വന്നിരിക്കുകയാണ്. 30-33 രൂപ 35 രൂപയ്ക്കുള്ളിൽ എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കണം. എന്തായാലും ചോറ് ബിരിയാണി സംഭവങ്ങളൊന്നും കിട്ടിയിരിക്കില്ല. ബട്ട് എന്തെങ്കിലും കിട്ടുമെന്ന് ഞാൻ ആദ്യം നോക്കിയിട്ട് വരാം ഗൈസ്. അപ്പൊ നമ്മൾ വെയിറ്റ് ചെയ്യാണ് ഗൈസ്. ഫോർ അവർ ബർഗർ ആൻഡ് ഫോർ അവർ ബർഗർ അല്ല, ഫോർ മൈ ബർഗർ ആൻഡ് മൈ ഓറഞ്ച് ജ്യൂസ്. ഇന്ത്യൻ കോഫി ഹൗസ് എന്നെ ചതിച്ചു. അവിടെ ചപ്പാത്തി തരാം, പക്ഷെ കറി ഫ്രീ ആയിട്ടൊന്നുമില്ല, ഗ്രേവി ഫ്രീ ആയിട്ടൊന്നുമില്ല, സാമ്പാർ ഫ്രീ ആയിട്ടൊന്നും കിട്ടില്ല. ഏറ്റവും കുറവ് ഉള്ളിക്കറി കിട്ടും, 32 രൂപയാണ്. അതെന്റെ ബഡ്ജറ്റിൽ ഒതുങ്ങില്ല. അത് കാരണം അവിടുന്ന് തൊട്ടടുത്ത് തന്നെ വേറൊരു ടീ ടൈം എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു റെസ്റ്റോറൻറ്റ് കിട്ടി എനിക്ക്. അവിടെ ചോറൊക്കെ തീർന്നു ഓൾമോസ്റ്റ്. 2 പൊറോട്ട കിട്ടിയിട്ടുണ്ട് ഗൈസ്, കൂടെ എനിക്ക് സാമ്പാർ ഫ്രീ. അപ്പൊ നമ്മൾ ക്യാമറ ഒന്നും ഇല്ലാണ്ടാട്ടോ അവിടെ പോയി ചോദിച്ചത്. ഇപ്പോ ഞാൻ കാറിലിരിക്കുന്നു, കുറച്ച് നല്ല ആൾക്കാരും ഉണ്ട്. എന്തായാലും അപ്പൊ നമുക്കിപ്പോ പൊറോട്ടയും സാമ്പാറും കഴിക്കും ഉച്ചയ്ക്ക്. ഗൈസ് എന്റെ 520 രൂപയുടെ ബർഗറും ഓറഞ്ച് ജ്യൂസും. എത്ര? 520. അപ്പോ നമുക്ക് തണുത്തൊരു ഓറഞ്ച് ജ്യൂസ്, പ്രീമിയം ഓറഞ്ച് ജ്യൂസ് കുടിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അടിപൊളി. ഇനി നമുക്ക് ക്രീമി ജ്യൂസി ബർഗർ കഴിച്ചാലോ? ചേട്ടാ കണ്ണടല്ലേ? ഇവ എ സിയിലൊക്കെ ഇരിക്കുന്നത്, നമ്മളിവിടെ ഫുൾ കാറ്റ്, മുള, ഓല, യുനോ ഒരു വൈബ്. ഹാപ്പി ഗൈസ്, ഹാപ്പി. ആ പാറ്റിയൊക്കെ നല്ല ടെൻഡറാ. അതിന്റെ ഇടയിൽ ആലപ്പിനസ് ഉള്ളതുകൊണ്ട്, ആലപ്പിനസ് ഉള്ളതുകൊണ്ട് ഭയങ്കര ഒരു പുളിപ്പും. ബർഗറിന്റെ ഈ ഒരു ബണ്ണൊക്കെ ഭയങ്കര ഒരു ഫ്ലഫി പോലെ. വേണമെങ്കിൽ ജ്യൂസ് ഒരു സിപ്പ് 50 രൂപ മതി. വില കുറച്ച് തരാൻ പറ്റില്ല, നല്ല പ്രീമിയം ആയതുകൊണ്ട്. താങ്ക് യു. അജയ് സ്റ്റീഫൻ യൂട്യൂബ് ചാനലാണ്. നമ്മുടെ പൊറോട്ട സെറ്റായിട്ടുണ്ട്, നല്ല ചൂടൻ പൊറോട്ടയാണ്. അടിപൊളി. സാമ്പാറും കൂടെ കിട്ടിയിട്ടുണ്ട്. ഹാപ്പിയാണ്. നമ്മൾ ഒരു 5-6 കടകളിൽ ചോദിച്ചിരുന്നു. എല്ലാ കടകളിലും പൊറോട്ട അല്ലെങ്കിൽ ചപ്പാത്തി ഉണ്ട്, പക്ഷെ അതിൻ്റെ കൂടെ ഒരു സാമ്പാറോ വേറൊരു ഗ്രേവിയോ ഫ്രീ ആയി തരില്ല. തെറ്റൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ പൈസ ഇല്ലാത്ത ആൾക്കാരെ, ഇപ്പൊ നമ്മളിതൊരു ചലഞ്ചായിട്ട് ചെയ്യുന്നതാ, പക്ഷെ പൈസ ഇല്ലാണ്ട് തന്നെ ജെന്യുവിൻലി കൊടുക്കാൻ കയ്യിൽ പൈസ ഇല്ലാത്ത ആൾക്കാർ ഇങ്ങനെ ഏതെങ്കിലും ഹോട്ടലിലൊക്കെ വന്ന് 2 ചപ്പാത്തി ചോദിച്ചാൽ അതിൻ്റെ കൂടെ സാമ്പാറോ മറ്റോ നമുക്ക് തരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തരില്ല എന്ന് പറയുമ്പോൾ അങ്ങനത്തെ ഒരുപാട് കേസസ് നമുക്ക് വരുന്നില്ലല്ലോ. വളരെ കുറച്ച് കേസസ് അല്ലേ വരുള്ളൂ, വരാണെങ്കിൽ തന്നെ. അപ്പം അങ്ങനെ കൊടുക്കുന്നത് നല്ലൊരു മര്യാദയായിരിക്കില്ലേ? പണ്ടൊക്കെ ഞാൻ വർക്ക് ചെയ്തിരുന്ന സമയത്തൊക്കെ, പണ്ട് നമ്മൾ കടകളിലൊക്കെ പോയി കഴിക്കുമ്പോൾ പൊറോട്ട പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഒന്നും പറയണ്ട, കോംപ്ലിമെൻ്ററി ആയിട്ട് തന്നെ ഒരു ചിക്കൻ്റെ ചാറ്, ബീഫിൻ്റെ ചാറൊക്കെ കൊണ്ട് തരുമായിരുന്നു. ബട്ട് ഇതിപ്പോൾ ചോദിച്ചിട്ടും ഒന്നും തരാണ്ടാവുമ്പോഴേ ഒരു വിഷമം. ചിലപ്പോൾ ഞാൻ പറയുന്നത് തെറ്റായിരിക്കും കേട്ടോ. എന്നൊരു കോമൺ മാൻ്റെ പെർസ്പെക്റ്റീവിൽ ആലോചിച്ചു എന്നേ ഉള്ളൂ. ചപ്പാത്തിയുടെ കൂടെ അല്ലെങ്കിൽ പൊറോട്ടയുടെ കൂടെ എന്തെങ്കിലും ചെറിയൊരു ഗ്രേവി അല്ലെങ്കിൽ സാമ്പാർ എന്തെങ്കിലും സംഭവം നിങ്ങളുടെ ഹോട്ടലിലോ നിങ്ങളുടെ റെസ്റ്റോറൻറ്റിലോ കൊടുക്കുന്നു ണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുന്നവർക്ക് വേണ്ടി ഒരു ബിഗ് ചിയേഴ്സ്. ഗൈസ് അങ്ങനെ നമ്മൾ 520 രൂപയ്ക്ക് ടോട്ടൽ ഇവിടുന്ന് തോണിക്കോന്ന് നമ്മൾ ഫുഡ് കഴിച്ചു. ബർഗറും നല്ല ജ്യൂസും നല്ല ടേസ്റ്റി ഫുഡും കൂടി ആയിരുന്നു കേട്ടോ, ഒന്നും പറയാണ്ടിരിക്കാൻ വയ്യ. അപ്പൊ ടോട്ടൽ നമുക്ക് 741 രൂപയാണ് ആയത്. ഇനി നമുക്ക് ബാക്കിയുള്ളത് 259 രൂപയ്ക്ക് നമുക്ക് ഡിന്നറും പറ്റിയ ഒരു ചായം കടിയും ആവാം. നീ മറ്റേ ഓൺലൈൻ ചാനലുകാരെ പോലെ ഉണ്ടല്ലോ, ലാവിഷാണ്, ടിഷ്യൂ പേപ്പർ ഒക്കെ ഉണ്ട് കേസ്. അപ്പൊ കേസ് നമ്മളുടെ ഇവിടുത്തെ ഫുഡ് അടി പരിപാടികൾ കഴിഞ്ഞു. 2 പൊറോട്ടയ്ക്ക് കൂടി 30 രൂപയാണ് വന്നത്. സാമ്പാർ വാസ് ഫ്രീ. ഓക്കെ, ഇനി നമ്മുടെ ബാലൻസ് എത്ര രൂപയുണ്ടെന്ന് നോക്കാം. 20, 30, 40, 41, 43, 45, 47 രൂപ. 50 രൂപയോളം ബാക്കിയുണ്ട്. ഇനി 47 രൂപ ബാക്കിയുണ്ട് ഗൈസ്. ഇനി എനിക്ക് ഒരു നേരത്തെ ഫുഡ് മാത്രമേ ബാക്കിയുള്ളൂ, അതെന്റെ ഡിന്നറാണ്. സോ ഐ എം പ്രിറ്റി ഹാപ്പി. പൊറോട്ട ആയതുകൊണ്ട് രാത്രി വരെ ഇത് സെറ്റായും കിടന്നോളും. ഇനി നീ 4 മണിക്ക് എന്താ നീ ചായ കുടിക്കാൻ പോകണ്ട? ഞാനും ഞാൻ പോണത് പാരകളിലേക്കാ ചായ കുടിക്കാൻ. അതിന്റെ അപ്പുറത്ത് വേറെ കടി ഉണ്ടാവുമല്ലോ. അങ്ങനെ ഞാൻ ഡിന്നർ കഴിക്കാൻ വന്നേക്ക ഒരു സെലിബ്രിറ്റി റെസ്റ്റോറന്റിലാണ് വന്നേക്കണേ. നമ്മുടെ സ്വന്തം ബോച്ചെ അണ്ണന്റെ നോ ഗ്യാസ് നോ ഫുഡ് ബോച്ചെ ഫുഡ് നോ ഗ്യാസ്. ഗൈസ് ഞാനിപ്പോ എത്തിയിരിക്കുന്നത് ദിൽസേ ദബേലി എന്ന് പറഞ്ഞിട്ടുള്ള കടയിലാണ്. നമ്മുടെ കൊരട്ടിയിൽ തന്നെയാണ് ഉള്ളത്. 259 രൂപയാണ് ബാക്കിയുള്ളത്. അതിൽ വെച്ച് നമുക്ക് ഇവിടെ ഫുഡ് കഴിക്കണം. 47 രൂപയാണ് എൻ്റെ അടുത്തുള്ളത്. ഈ 47 രൂപയ്ക്ക് ഇവിടുന്ന് എന്ത് കിട്ടും എന്നാണ് എനിക്ക് അറിയാനുള്ളത്. ആംബിയൻസ് ഒക്കെ കണ്ടിട്ട് ഈ മെനു മറച്ചു നോക്കിയിട്ട് അങ്ങനെ ഇറങ്ങി പോകേണ്ടി വരുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. कुछ मिलेगा 47 के लिए मिलेगा क्या क्या होगा?
ഗൈസ് അങ്ങനെ എൻ്റെ ഡംപ്ലിങ്സ് എത്തി. ഡംപ്ലിങ്സ് അല്ല, എന്താ പറഞ്ഞ ഡിംസം എത്തിയിട്ടുണ്ട്. ഒരു മറ്റേ മുള പാത്രത്തിലേക്കാണ് വന്നേക്കണേ. ലെറ്റ്സ് ഓപ്പൺ ദ ട്രൂത്ത്, മൊമെന്റ് ഓഫ് ദ ട്രൂത്ത്. ഓ താങ്ക് യു സോ മച്ച്. ആപ്കാ നാം? താങ്ക് യു സമീം ഭയ്യ. ഇതുവരെ ഒന്നും ഫ്ലോപ്പ് ആയിരുന്നില്ല. ഇത് ഹിറ്റാണെങ്കിൽ ഹാപ്പി. ഭയങ്കര അങ്ങനെ നമ്മുടെ പാനിപൂരി ജീവിതത്തിൽ ഒരിക്കലും കഴിക്കാൻ ആഗ്രഹമില്ലാത്തൊരു സാധനം കഴിച്ചിട്ടാണ് ഞാൻ ഇന്ന് എന്റെ ചാലഞ്ച് അവസാനിപ്പിക്കുന്ന. വേറെ വഴിയില്ലാത്തോണ്ടാണ്. 50 രൂപയ്ക്ക് വേറെ ഒന്നും ഇവിടെ കിട്ടാനില്ല. ഒരു ഇതില്ലേ, ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ദ പവർ ഓഫ് ബോച്ചെ. അയ്യോ അങ്ങനെയല്ലല്ലോ, ബുക്കിന്റെ കവർ വെച്ച് നോക്കരുത് അതിന്റെ അതിനെന്താ ഇംഗ്ലീഷിൽ പറയണേ? ഡോണ്ട് ജഡ്ജ് ദ ബുക്ക് ബൈ ഇറ്റ്സ് കവർ. अच्छा है. അമ്മോ, എരിവും മധുരവും പുളിയും ഒക്കെ കൂടി കലർന്നിട്ട് കിട്ടുന്ന സാധനം. ആടാ പാനിപ്പൂരി എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞത്. ബോച്ചയോട് എന്തെങ്കിലും പറയണ്ട? ബോച്ച ഇത് കാണുന്നുണ്ടെങ്കിൽ നാടൻ എന്തെങ്കിലും ചാലക്കുടിയിൽ തുടങ്ങിയാൽ അടിപൊളിയായിരുന്നു. ഐ മീൻ ആലപ്പുഴയിലൊക്കെ ഉള്ള പോലെ കള്ളും കഞ്ചാവും കള്ളും കഞ്ഞിയും ഒക്കെ. അപ്പൊ 20, 30, 40, 41, 43, 2, 45, 2, 47. ഗൈസ് അങ്ങനെ എൻ്റെ ഡിന്നർ കഴിഞ്ഞു. 209 രൂപയ്ക്കാണ്, കറക്റ്റ് 209. ഇനി കറക്റ്റ് 50 രൂപ എനിക്ക് ബാക്കിയുള്ളത്. 47 rupees. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മുടെ ചലഞ്ച് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ഗൈസ്. എൻ്റെയും ഇവിടെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിരിക്കാണ്. കറക്റ്റ് 50 രൂപയ്ക്ക് എനിക്ക് ഇവിടെ ലെസ് കിട്ടി. ടെക്നിക്കലി സ്പീക്കിംഗ് അജയ് ചേട്ടനാണ് ഇതിൻ്റെ അകത്ത് വിന്നർ എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം ഇത് കംപ്ലീറ്റ് ആക്കിയെങ്കിലും തേർഡ് ഷോപ്പിൽ നിന്ന് അയച്ചേട്ടൻ കംപ്ലീറ്റ് ആക്കി. എൻ്റെ 4th ആയിപ്പോയി. ഗൈസ് അങ്ങനെ സക്സസ്ഫുള്ളി നമ്മൾ ചാലഞ്ച് ഒക്കെ കംപ്ലീറ്റ് ആക്കി. വീഡിയോ എടുക്കണേക്കാൾ മുമ്പ് വരെ ഞാൻ ഒട്ടും കോൺഫിഡന്റ് അല്ലായിരുന്നു ആൾക്കാരെ കാണുന്നതും സംസാരിക്കുന്നതും ഒക്കെ. ഇപ്പോഴും കംപ്ലീറ്റ് ഓക്കെ അല്ല ഞാൻ, ബട്ട് സ്റ്റിൽ ഞാൻ എൻജോയ് ചെയ്തു ആ ഒരു പ്രോസസ്. നിങ്ങളും എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കാം. ഇതൊരു വീഡിയോ നമ്മളിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നല്ല വീഡിയോസ് നമ്മൾ വരും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പറ്റുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാം. ഒപ്പം ഹൈപ്പ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്, പറ്റുകയാണെങ്കിൽ ഹൈപ്പ് ഒന്ന് ചെയ്തേക്കെ. അത് പുതിയ സംഭവമാണ്. ഇറ്റ് മീൻസ് എ ലോട്ട് ഫോർ us. It will hype us too. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം ഗൈസ്. അതുവരെയും ബൈ ബൈ. Bye.